സുഭദ്രയുടെ കൊലപാതകം കരുതിക്കൂട്ടി കൃത്യമായ ആസൂത്രണത്തോടെ. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നുകുഴിച്ചുകൂടിയ കേസിൽ കൊലപാതകത്തിന് മുമ്പ് കുഴിയെടുത്തതായി പോലീസിന്റെ നിഗമനം. ഓഗസ്റ്റ് 7-ന് കുഴിയെടുക്കാൻ എത്തിയപ്പോൾ സുഭദ്രയെ കണ്ടിരുന്നുവെന്ന് മേസ്തിരി പോലീസിന് മൊഴി നൽകി. പ്രതികൾക്കായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ാരി സുഭദ്രയുടേത് ആസൂത്രിത കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. കൊലപാതകത്തിന് മുൻപേ പ്രതികൾ കുഴിയെടുത്തു. കുഴിയെടുക്കാൻ വന്നപ്പോൾ സുഭദ്രയെ കണ്ടിരുന്നുവെന്ന് മേസ്തിരി മൊഴി നൽകി. ആദ്യം വെട്ടിയ കുഴിക്ക് ആഴം പോരെന്ന് പറഞ്ഞ് വീണ്ടും ആഴം കൂട്ടിയെന്ന് മൊഴിയിലുണ്ട്. കൊലപാതകം സ്വർണത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴയിലും ഉടുപ്പിയിലും ശർമിള പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 9-ാം തീയതി കലവൂരിലെ വാടക വീട് വിട്ടിറങ്ങിയ പ്രതികൾ കഴിഞ്ഞ മാസം അവസാനവും കലവൂരിലെത്തിയിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇവരുടെ ഒരു സഹായിയെയും ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയച്ചു. സുഭദ്രയും ശർമിളയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെന്നും മാത്യൂസിന്റെ കുടുംബം പറയുന്നു. കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവള് ഫ്രോഡാണെന്നുള്ളത്. ഫ്രോഡെന്ന് പറയുന്നത് ഇവള് ഭയങ്കര സാധനമാണ്. ഇവള് മദ്യപിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭീഷണി, ഞങ്ങൾ ചിലപ്പോൾ കൊല്ലാൻ വരെ ഇവള് സന്നിധരാകും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിൽ. ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൾ ഭയങ്കര വികൃതയാണ്. മാത്യുവും ശർമിളയും സ്ഥിരം മദ്യപാനികളാണെന്ന് നാട്ടുകാർ. അപ്പോൾ ഇവർ കണ്ടുകാനും മദ്യപിക്കുകയൊക്കെ ചെയ്യും. അവിടെ കിടന്ന് ഭയങ്കര ആട്ടും കുത്തുമൊക്കെ ആയിരുന്നു ഈ പെണ്ണ്. അപ്പോൾ ഈ കാട്ടെടുത്തവനെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഈ ആണും രണ്ടുപേരും ബന്ധമുള്ളതാണ്. അയാളുടെ എന്തോ റിലേഷൻപ്പെട്ട ഒരു പയ്യനാണ് ഈ പെണ്ണിൻ്റെ ഭർത്താവായിട്ട് നടക്കുന്നത്. അപ്പോൾ അവൻ വരുമ്പോഴാണ് മദ്യപാൻ അമിതമായിട്ട് കഴിക്കും. പ്രതികളെ കണ്ടെത്താൻ കർണാടകയിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടില്ല. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനാണ് അന്വേഷണ ചുമതല. 24 ആലപ്പുഴ.